ഹലോ ആ സന്ദീപേ അച്ഛനെ കണ്ടോ? കണ്ടു. അമ്പലത്തിലുണ്ട്. പക്ഷേ അച്ഛൻ ചടങ്ങ് കഴിഞ്ഞിട്ടേ വരുന്നു എന്നാ പറയുന്നത്. നീ അച്ഛന് ഫോൺ കൊടുക്ക, ഞാൻ സംസാരിക്കാം. അച്ഛൻ സച്ചിയുടെ ലൈനിലുണ്ട്, അച്ഛനോട് സംസാരിക്കണം. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കണ്ട. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി. അത് അച്ഛൻ തന്നെ സച്ചിനോട് പറഞ്ഞു. നീ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ പൊയ്ക്കോ, ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് വന്നേക്കാം. അങ്ങനെ വാശി പിടിക്കില്ല അച്ഛാ. ഒന്ന് സംസാരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അച്ഛൻ്റെ മോനോടല്ലേ സംസാരിക്കുന്നത്. നിനക്കെന്താ വേണ്ടത്? ഇവിടെയും സമാധാനം തരില്ലെന്നാണോ? അതൊക്കെ അച്ഛൻ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ അച്ഛൻ അവരുടെ കൂടെ തിരിച്ചു വരണം. അച്ഛൻ വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ചടങ്ങ് നടത്തൂ. ഇപ്പൊ വാശി പിടിക്കുന്നത് നീയാണ്. ഞാനില്ലെന്ന് കരുതി എന്താണ് കുഴപ്പം? ചടങ്ങ് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ, ഞാനങ്ങ് എത്തിക്കോളാം. ചടങ്ങ് നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടത്താൻ പറ്റില്ലെന്ന് വാശി പിടിച്ചിരിക്കുക അച്ഛന്. അച്ഛൻ വന്നേ പറ്റൂ. അച്ഛനില്ലാതെ ഞാൻ ഈ ചടങ്ങ് നടത്തില്ല. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. എൻ്റെ തീരുമാനം ഇതാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം. അരമണിക്കൂർ കൂടി അച്ഛൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അച്ഛൻ വന്നില്ലെങ്കിൽ അർച്ചനയും കൂട്ടി ഇപ്പം തന്നെ ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. എങ്ങോട്ട്? ഏതെങ്കിലും വാടക വീട്ടിലേക്ക്. പിന്നെ ഒരിക്കലും ഞങ്ങൾ നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു വരില്ല. നീ എടുത്തുചാടി ഒന്നും ചെയ്യരുത്. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, അർച്ചനയുടെ കൂടി തീരുമാനം. ഇതിനേക്കാൾ വലിയൊരു മുഹൂർത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനില്ല. ഈ ചടങ്ങിൽ അച്ഛൻ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ അച്ഛൻ ഞങ്ങളെയൊക്കെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ പിന്നെ എന്താ അർത്ഥം? വരുന്നില്ലെങ്കിൽ അച്ഛൻ വരണ്ട. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാനും അർച്ചനയും ഈ വീട്ടിലുണ്ടാവില്ല.